അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂ കണ്ടു. പലപ്പോഴും എനിക്ക് ട്രാൻസ്ലേഷനിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരാളാണ്. പക്ഷെ അതേ പ്രശ്നം തന്നെ നമ്മുടെ ചില മാധ്യമങ്ങൾക്കും ഉണ്ടാകുന്നു എന്നൊരു പരിഭവം മാത്രം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. വലിയ വാർത്ത വന്നു, എനിക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട് എന്ന് തരൂർ പറഞ്ഞതായിട്ട് വാർത്ത വന്നു. ഞാൻ പിന്നീട് അഭിമുഖം കാണുമ്പം അദ്ദേഹം അപ്പൊ പറയുന്നത് തരൂരിന് കോൺഗ്രസ് അല്ലാതെ വേറെ ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് പല മാധ്യമങ്ങളിലും വന്നൊരു വാർത്ത. പക്ഷെ ആ അഭിമുഖത്തിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താണ്, ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു, എനിക്ക് പൊതുപ്രവർത്തനമല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, ഞാൻ എഴുതുന്നുണ്ട്, ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ ഇന്റർനാഷണൽ സെമിനാറുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഇന്റർനാഷണൽ സെമിനാറിൽ പങ്കെടുക്കുന്നതിനെയും പ്രസംഗം നടത്തുന്നതിനെയും എനിക്ക് ലെക്ചറുകൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നതിനെ എന്തോ നമ്മുടെ ഒരു ട്രാൻസ്ലേഷൻ പ്രയാസം കൊണ്ട് നമ്മൾ തരൂരിന് കോൺഗ്രസ് അല്ലാതെ മറ്റു ഓപ്ഷൻസ് ഉണ്ടെന്നാണ് വാർത്ത വന്നത്. രാഷ്ട്രീയം നിർത്തുന്നതിനെ പറ്റി ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നതേയില്ല. ഞാൻ പറയുന്നത് ശ്രീ തരൂരിന്റെ ആ ഇന്റർവ്യൂ അങ്ങ് മുഴുവൻ കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ മുഴുവൻ കണ്ടു. ആ ഇന്റർവ്യൂവിൽ ഉടനീളം അദ്ദേഹം പറയുന്നത് അടുത്ത തവണ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിനെ പറ്റിയിട്ടാണ്. 2029 കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വരുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഞാനും പറയുന്നത് അത് തന്നെയാണ്. 2026 കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് എന്തെല്ലാം മാർഗങ്ങൾ, അതാണ് എന്റെ പോയിന്റ്. ശ്രീ തരൂരിന്റെയും പോയിന്റ് അത് തന്നെയാണ്. കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പോയിന്റ് അത് തന്നെയാണ്. പോയിന്റ് ഒന്ന് തന്നെയാണ്. പിന്നെ സ്വാഭാവികമായിട്ട് അദ്ദേഹം പറയുന്ന ചില വാക്കുകളെ വേറെ തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന വാർത്ത കണ്ടിട്ട് ഞാനും സത്യത്തിൽ ആ വാർത്ത കണ്ടിട്ട് ശ്രീ തരൂരിനെ പോലെ ഒരാൾ ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഈ പത്രസമ്മേളനത്തിൽ എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടുള്ള എന്റെ അഭ്യർത്ഥന, തരൂർ അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് തലക്കെട്ട് ദയവീത് ആരും കൊടുക്കരുത്. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞൊരു വലിയ മുഴുനീള സെന്റൻസ് ആണ്. അപ്പൊ എനിക്കും ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു, തരൂർ അങ്ങനെ ഒരിക്കലും പറയുന്ന ഒരാളല്ലല്ലോ. കാരണം ഈ രാജ്യത്തേക്ക് വരുമ്പോൾ ശ്രീ തരൂരിനെ പോലെ ഒരാൾക്ക് കോൺഗ്രസ് അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല. അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്ന ഒരാൾക്ക്, ശ്രീ തരൂരിനെ പോലെ സെക്കുലറായ ഒരാൾക്ക്, ശ്രീ തരൂരിനെ പോലെ ഡെമോക്രാറ്റിക് ആയ ഒരാൾക്ക്, ശ്രീ തരൂരിനെ പോലെ റിപ്പബ്ലിക്കൻ മെന്റാലിറ്റി ഉള്ള ഒരാൾക്ക് കോൺഗ്രസ് അല്ലാതെ ഏത് ഓപ്ഷൻ ഉള്ളത്? കോൺഗ്രസ് അല്ലാതുള്ള ഓപ്ഷൻ ചിന്തിച്ച സമയത്തൊക്കെ രാജ്യം എത്ര വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. അപ്പൊ അതുകൊണ്ട് രാജ്യത്തിനും ശ്രീ തരൂരിനും എനിക്കും നിങ്ങൾക്ക് പോലും കോൺഗ്രസ് അല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. അത് മുൻ KPCC പ്രസിഡന്റിന്റെ രണ്ടാമത്തെ പ്രസ്താവന അങ്ങ് കാണുമായിരുന്നു, ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് ചോദിക്കുന്നു, പിന്നെ ഭരണ തുടർച്ച എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പൊ സ്വാഭാവികമായിട്ട് ടങ് സ്ലിപ്പ് ഉണ്ടാകും. അദ്ദേഹം ഒറ്റ വാചകത്തിൽ ടങ് സ്ലിപ്പ് പറഞ്ഞിട്ട് മൊത്തവും പറയുന്നത് 2026 കോൺഗ്രസ് പിണറായി വിജയന്റെ സർക്കാർ അവസാനിക്കും, ഈ സർക്കാർ ജനവിരുദ്ധ സർക്കാരാണ്, ഈ സർക്കാർ താഴെ ഇറങ്ങും, ഈ സർക്കാരിന് മാറി 2020 ഇതെല്ലാം താൽക്കാലികമാണ്, 2026 കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞൊരു വലിയ പ്രസംഗത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ പോലും വലിയ നേതാവിന്റെ ഒരു ചെറിയ നാക്കുപിഴയെ മാത്രം എടുത്തിട്ട് ഭരണ തുടർച്ച ഉണ്ടാകും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറഞ്ഞ് അത് മുന്നറിയിപ്പ് ശ്രീ ശ്രീജിത്തെ, ഇപ്പൊ കോൺഗ്രസ് നേതാക്കന്മാർ മുന്നറിയിപ്പ് തരാറുണ്ട്, നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലോ, ചില കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മുന്നറിയിപ്പ് പോലും ആയിരുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു നാക്കുപിഴയായിരുന്നു. നാക്കുപിഴ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. മാധ്യമപ്രവർത്തകരെ നിങ്ങളുടെ എത്ര നാക്കുപിഴകൾ ഞാൻ പറയണം, ബോധപൂർവമായ പിഴകൾ ഞാൻ പറഞ്ഞു തരണം, പിന്നല്ലേ നാക്കുപിഴ. അപ്പൊ ഞാൻ പറയുന്നത് നമുക്കൊക്കെ സംഭവിക്കും. അതിനകത്ത് ഒരു വാചകത്തെ മാത്രം ഒരു വാർത്തയാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ രണ്ടാമത്തെ പരാമർശം ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് വലിയ വേദന ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പരാമർശം ഉണ്ടായിരുന്നു. എന്റെ വിഷമം എന്തറിയാവോ? എന്റെ വിഷമം ഈ സർക്കാരിന് ഒരു 2 തവണ അധികാരത്തിലിരിക്കുന്ന സർക്കാരിന് ഇപ്പോഴും ഏതെങ്കിലുമൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരുടെ നാക്കുപിഴ മാത്രമാണ് സർട്ടിഫിക്കറ്റ് അല്ലേ? തരൂർ എന്തെങ്കിലും ഒന്ന് പറയുന്നു, ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നാക്കുപിഴ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുന്നല്ലാതെ. അപ്പൊ ജനങ്ങളുടെ മുന്നിൽ അവരിതാണ് പ്ലേസ് ചെയ്യുന്നത്. അതായത് അവരുടെ നേതാക്കന്മാർ പറയുന്ന ഒന്നും ഈ നാട്ടിൽ ഒരു മനുഷ്യനും മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതുകൊണ്ടാണോ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ നാക്കുപിഴ വരെ അവരാഘോഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആഘോഷിച്ചോട്ടെ, ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്.
പറഞ്ഞവരൊക്കെ തന്നെ വളരെ തീവ്രമുള്ള രീതിയിലാണ് നേരത്തെയൊക്കെ തന്നെ അഭിപ്രായപൂർവ്വം വന്നിട്ടുള്ളത്. കേരളം പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയി എന്നുള്ളത് തന്നെയാണ്. അല്ല, ശ്രീ ശശി തരൂര് നല്ല ഡിപ്ലോമാറ്റ് ആണെന്ന് ശ്രീ എ കെ ബാലൻ പറയുന്നതിനകത്ത് എനിക്ക് സന്തോഷമാണുള്ളത്. ശ്രീ ശശി തരൂരിനെ ഏറ്റവും അധികം വളഞ്ഞിട്ട് ആക്രമിച്ചതാരാ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു നിൽക്കുന്ന ആ രാത്രിയിൽ അത്രയും അധമമായ ഒരു മാധ്യമ പ്രവർത്തന സംസ്കാരം ഈ നാട്ടിലുണ്ടായിട്ടില്ല. ഓർമ്മയുണ്ടോ? മെഹർത്തരാർജി ഹേ ഹു ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാനിലേക്ക് ഫോൺ കോൾ പോയൊരു സംഭവം. അങ്ങനെ ആക്ഷേപിച്ച ആളുകൾ ഇന്നത്തെ തരൂര് രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും നല്ല ഡിപ്ലോമാറ്റ് ആണെന്ന് 2009 ഞങ്ങൾ തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരത്തെ ജനങ്ങൾ 2009 തിരിച്ചറിഞ്ഞു, കേരളവും തിരിച്ചറിഞ്ഞു. ശ്രീ ബാലേട്ടൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. സന്തോഷമേ ഉള്ളൂ. പിന്നെ ബാലേട്ടൻ അങ്ങനെ പറയുന്ന ആളുകൾ ഇപ്പം ശ്രീ സന്ദീപ് വാര്യരെ പറ്റി അദ്ദേഹം പറഞ്ഞില്ലേ, അദ്ദേഹം അങ്ങനെ പറയുന്നത് ബാലേട്ടൻ അങ്ങനെ പറയുന്നതിനകത്ത് ബാലേട്ടൻ ചില സമയത്തൊരു സത്യസന്ധതയൊക്കെ ഉണ്ട്. അങ്ങനെ കണക്കാക്കിയാൽ മതി. അവസാനിപ്പിക്കാം.